യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം പഠിപ്പിക്കുന്നു. എന്താണ്? ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹം 16 മുതലുള്ള തിരുവചനങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദൈവം ആരാകുന്നു? സ്നേഹമാകുന്നു. സ്നേഹശൂന്യത കൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ, ഭാര്യയുടെ സ്നേഹം കിട്ടാതെ വറ്റി വരണ്ട ഉറവക്കണ്ണുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത പങ്കാളിയുടെ കൈവശവും നിന്റെ ഹൃദയം നിറച്ച് തരുവോളം സ്നേഹം കൊടുത്തു വിട്ടിട്ടില്ല. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഒരുവൻ മാത്രമാണ്. കുരിശിലേക്ക് നോക്കുക. അവസാനത്തുള്ളി രക്തം പോലും ആ ചങ്കിൽ നിന്ന് മൂറ്റിത്തന്ന് കർത്താവ് നമ്മെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനം. അപ്പോൾ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പൊട്ടിപ്പുറപ്പെട്ടു. അതേ, താൻ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തൻ്റെ ചങ്ക് തുന്നിച്ച് നോക്കിയവൻ്റെ ആ കണ്ണുകളിലേക്ക് കർത്താവിൻ്റെ മിഴികളിൽ നിന്ന്, കർത്താവിൻ്റെ ചങ്കിൽ നിന്നും അവസാനത്തുള്ളി രക്തവും വെള്ളവും പൊട്ടിപ്പുറപ്പെട്ട് ലോങ്കിനോസ് എന്ന് പറയുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയെങ്കിൽ, ഈ കർത്താവിന് 2025-ാം ആണ്ട് അഭിഷേക നിറവ് കൺവെൻഷനിൽ നമ്മളോട് പറയാനുള്ള ഒരു കാര്യം: ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക, ഇളച്ചു കൊടുക്കുക, ക്ഷമിക്കുക, എളിമപ്പെടുക, നന്ദി പറയുക. 3 കാര്യമാണ് കർത്താവ് ഈ കൺവെൻഷനിൽ എൻ്റെ സഹോദരി സഹോദരന്മാരുടെ കാതുകളിൽ കർത്താവ് മന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങൾ. 1, മാപ്പ് കൊടുക്കുക, കടമിളച്ചു കൊടുക്കുക. ഒന്നെന്താണ്? മാപ്പ് കൊടുക്കുക. ആർക്കൊക്കെ മാപ്പ് കൊടുക്കണം? മാപ്പ് കൊടുക്കാൻ അർഹതയുള്ളവർ ആരാ വീട്ടിലുള്ളേ? മാപ്പ് കൊടുക്കാൻ അർഹതയുള്ളവർ ഏത് അയൽവക്കംകാരാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് കാരിരും വാണികൾ കൂട്ടിക്കെട്ടിയ ആ കരാങ്കുലികൾ കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോഴും കർത്താവിൻ്റെ അധരത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ലേ പുറപ്പെട്ടുള്ളൂ. ആ കാരിരും വാണികൾ അടിച്ചടിച്ച് കയറ്റിയപ്പോഴും അവൻ അതല്ലേ പറയാനുണ്ടായിരുന്നുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, പിതാവേ, നേറ്റ് പറഞ്ഞ് 2 കര ഉയർത്തിക്കൊണ്ട് നേറ്റ് പറഞ്ഞ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാനിങ്ങനെ ആളുകൾക്ക് സ്പിരിച്വൽ ഷെയറിങ്ങിന് അവസരം കൊടുക്കുന്ന ഒരാളാണ്. സ്പിരിച്വൽ ഷെയറിങ്ങിന് ഓരോരുത്തർ ഇങ്ങനെ വന്നു കഴിഞ്ഞ് തങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഒരിക്കലും ചേച്ചി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ പറഞ്ഞു, ചേച്ചി ഇരിക്കുന്നു പറഞ്ഞു. സിസ്റ്റർ, ഞാനിന്ന് ഇരിക്കത്തില്ല, എൻ്റെ കാര്യം സിസ്റ്റർ കേൾക്കാതെ ഞാൻ ഇരിക്കത്തില്ല. ചേച്ചി, എന്ത് കാര്യമാണ്? സിസ്റ്റർ, ഇന്ന് എൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണ ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതാണ്ട് ചേച്ചിയുടെ വല്ല പരോളി വന്നതാണ്. ഇപ്പോഴത്തെ ആളുകളുടെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി അടഞ്ഞു കിടന്ന വാതിൽ ഞാൻ നന്നായിട്ട് തുറന്നിട്ട് പേടിച്ചിട്ട്, ഈ കാലഘട്ടം ഇതായിപ്പോയല്ലോ. അപ്പോൾ ഈ ചേച്ചി, സിസ്റ്റർ പേടിക്കൊന്നും വേണ്ട, ഇന്ന് എൻ്റെ 19ാം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സിസ്റ്റർ. ഇന്നെൻ്റെ 19. അപ്പം ചേച്ചി തൻ്റെ മനസ്സിൽ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇന്നെൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണ ദിവസമാണ്. അദ്ദേഹത്തെ ഒന്നും ആയിരുന്നില്ല സിസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ജീവിത പങ്കാളി എത്ര വിവാഹാലോചന വന്നതാ, ആ ഇടക്കാരൻ പറ്റിച്ചിട്ട് പോയതാണ്. ഇങ്ങനെ ഇതുവരെയും തൻ്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, കർത്താവിന് ഈ കൺവെൻഷനിൽ നിന്നോട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. 1, നീ കടം ഇളച്ചു കൊടുക്കണം, നീ മാപ്പ് കൊടുക്കണം. ദൈവം നിൻ്റെ അന്തരംഗത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷകനും നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് എന്തോ അതറിയുന്നവനുമാണ്. ജീവിത പങ്കാളിയുടെ കുറ്റം ഫോണിൽ കൂടെ പറയുന്ന ചേച്ചി, നിന്റെ ജീവിതത്തിൽ നിനക്കെങ്ങനെ ദൈവാനുഗ്രഹം ഏറ്റെടുക്കാനായിട്ട് സാധിക്കും? ദൈവ അൾത്താരിൽ നിന്നാണ് നമുക്ക് ജീവിത പങ്കാളിയെ ദൈവം തന്നതെങ്കിൽ, നമ്മൾ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിത പങ്കാളിയെ തന്ന ദൈവത്തോടല്ലേ നമ്മൾ മറുതലിക്കുന്നത്? ഈ നരകത്തിലാണ് എന്നെ കൊണ്ടുവന്ന് കെട്ടിച്ചു വിട്ടതെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് വന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വന്നതിനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ ജീവിത പങ്കാളി 3 വർഷമായി ഞങ്ങൾ മാറി താമസിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഇന്ന് ഡൈവോഴ്സ് കേസ് കൊടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. ദയവ് ചെയ്ത സിസ്റ്റർ എനിക്ക് വേണ്ടി അതൊക്കെ എത്രയും പെട്ടെന്നൊന്ന് ശരിയായി എല്ലായിടത്തു നിന്നും ആ കേസിൻ്റെ ഇതൊക്കെ ഒന്ന് കിട്ടാനായിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കണം. അത്രമാത്രം അതൊരു ദുഷ്ട മനുഷ്യനാണ്. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചി തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇരിക്കാൻ പറഞ്ഞു. ചേച്ചി വിത്തിൻ 3 days
3 ദിവസത്തിനുള്ളിൽ ചേച്ചിക്കൊരു തീരുമാനമെടുക്കാം, 3 ദിവസം എനിക്ക് തരിക, എനിക്ക് 3 ദിവസം എന്താ, 3-ാമത്തെ ദിവസം ചേച്ചിക്ക് തീരുമാനമെടുത്താന്ന് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വിടാമെന്ന് പറഞ്ഞു. സിസ്റ്റർ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷെ ഒരു കാര്യം മാത്രം പറയരുത്, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനോ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനോ ഭർത്താവിൻ്റെ നന്മ പറയാനോ ഇതൊന്നും എൻ്റെ ചെകിട് ഇങ്ങനെ അട്ടിച്ചിരിക്കുകയാണ്, ചെകിട് അടിച്ച് പോയി സിസ്റ്റർ, ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയരുതോ. ഞാൻ പറഞ്ഞു ചേച്ചി അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചേച്ചി ഒരു കാര്യം ചെയ്യണം. ചേച്ചി എന്തായാലും നിങ്ങൾ ഡൈവോഴ്സിന് പോവുകയാണല്ലോ, ഒരു കാര്യം ചെയ്യുക. ഒന്നാമതായിട്ട് എല്ലാ കടങ്ങളും അങ്ങ് ഇളച്ചു കൊടുക്കുക. നമ്മൾ നീതിവിധിയാളനായ ദൈവത്തിൻ്റെ മുൻപിൽ ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കേണ്ടവരാണ്. കൊച്ചു പ്രായം മുതൽ നമ്മൾ കർത്താവിന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച ആദ്യ കുർബാന ആദ്യ കുമ്പസാരമൊക്കെ ചേച്ചി ഓർക്കുന്നുണ്ടല്ലോ. ചേച്ചി 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി ചേച്ചി വീട്ടിലിരുന്ന് തന്നെ ചേച്ചിയുടെ പ്രാർത്ഥിക്കുന്ന പായിലിരുന്ന് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിലിരുന്ന് ആ മുഴങ്കാലെ നിന്ന് ചേച്ചി തൻ്റെ ഭർത്താവിന് മാപ്പ് കൊടുക്കണം. ഭർത്താവിൻ്റെ കാലെ പിടിച്ച് തൻ്റെ 18 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഭർത്താവിൻ്റെ കാലെ സ്വന്തം വീട്ടിലിരുന്ന് ആത്മനാ കണ്ട് ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുൻപിൽ തിരുരക്തം തളം കെട്ടി നിൽക്കുന്ന ആ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ ഭർത്താവിന് ചേച്ചി മാപ്പ് കൊടുക്കണം. ഓരോന്നും ചേട്ടാ 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 എന്ന് വിളിച്ച് അങ്ങനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈശോയെ ഞാൻ മാപ്പ് കൊടുക്കുന്നു, ചേട്ടൻ ഇന്നത് പറഞ്ഞതോർത്ത് അത് പറഞ്ഞ് എൻ്റെ ഹൃദയത്തെ കലക്കി, എന്നെ വേണ്ടാന്ന് പറഞ്ഞു, എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, നിന്നേക്കാൾ ഉപരിയായിട്ട് എനിക്ക് അവളോട് ഇഷ്ടം എന്ന് പറഞ്ഞു, നിന്നെ ഈ വീട്ടിൽ വന്ന് അന്ന് തോന്നല പ്രശ്നം എന്ന് പറഞ്ഞു, നീ കാല് കുത്തി അന്ന് തുടങ്ങിയാന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഓരോ കാര്യത്തിനും ചേച്ചി മാപ്പ് കൊടുത്ത് ചേച്ചി ഇളവ് ചെയ്ത് കൊടുക്കുക, കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കുക. രണ്ടാമതായി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഈശോയുടെ മുമ്പിൽ കമിഴ്ന്ന് കിടന്ന് ഈശോയെ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി ചെയ്യേണ്ടത് ഈ ജീവിത പങ്കാളിയെ കിട്ടിയ 19 വർഷം ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ പറഞ്ഞു. 1-ാം ദിവസം വിവാഹം നടന്ന അന്നത്തെ ദിവസം മുതൽ ആ 19 വർഷം അടിയും വഴക്കും ഒക്കെ ആയിരുന്നെങ്കിലും ആ വേവിൻ്റെയും വേദനയുടെയും കലക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും ഇടയിൽ ദൈവം ചേച്ചിയുടെ ജീവിതത്തിലേക്ക് അയച്ച ചില നന്മകളുണ്ടല്ലോ, അതിനെല്ലാം ഓർത്ത് കടങ്ങളൊക്കെ ഇളച്ചു കൊടുത്ത് നന്ദി പറയാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്യണം, ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ഒരു വാള് കൈ പിടിച്ചുകൊണ്ട് വേണം, വിശ്വാസത്തോടെ ഈ വാള് കയ്യിലെടുത്ത് വേണം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതി തന്നാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണോ ആൻറ്റിബയോട്ടിക് കഴിക്കുക? അത് ഡോക്ടർ പറഞ്ഞ സമയത്താണോ നമ്മൾ കഴിക്കുന്നത്? എപ്പോഴാണ് കഴിക്കുക അപ്പച്ചന്മാരെ? ഡോക്ടർ പറഞ്ഞ സമയത്ത് അലാം വെച്ചിട്ടാണേലും അല്ലെങ്കിൽ എടി എന്നെ ഓർമ്മിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണേലും നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് കൃത്യസമയത്ത് തന്നെ നമ്മൾ കഴിക്കും. അതുപോലെ ഒരു ശ്രദ്ധയും കൃത്യനിഷ്ഠയൊക്കെ ദൈവവചനം വായിക്കാനും പഠിക്കാനും പറയാനും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഈ ചേച്ചിക്ക് ഒരു വചനം കൊടുത്തു. മർക്കോസ് 4:39 ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. അദ്ദേഹത്തിൻ്റെ പേര് ചാക്കോച്ചൻ എന്നാണ്. ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. രാവിലെ അങ്ങനെ പറയണം. എന്ത് പറയണം? 101 പ്രാവശ്യം പറയണം. ചേച്ചി വചനം പറയും തോളും വചനത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? വചനത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ആത്മാവും ജീവനും. ഈ ചേച്ചിക്ക് ഇപ്പം എന്താ നഷ്ടപ്പെട്ടു പോയേക്കുന്നത്? ജീവൻ, ആത്മാവിൻ്റെ ശക്തി. ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു, ആത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 3 കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോഴും 3 നേരം പറയണം. ആൻറ്റിബയോട്ടിക് കടിക്കുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഒരു 101 പ്രാവശ്യം ഇങ്ങനെ പറയുക. ചാക്കോച്ച 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 അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 ചാക്കോച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിയും പറയണം. മർക്കോസ് 4:39 സിനി അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 മിനി അടങ്ങുക സിനി അടങ്ങുക ശാന്തമാവുക. ഇങ്ങനെ ഈ വചനം അങ്ങ് ചെല്ലാൻ പറഞ്ഞു. 1-ാം ദിവസം ആ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ ഈ പച്ച മലയാളത്തിലൊരു വചനം പറഞ്ഞെന്ന് വിചാരിച്ച് ചാക്കോച്ചൻ്റെ സ്വഭാവം മാറുമോ? സിസ്റ്റർക്ക് അറിയില്ല ചാക്കോച്ചൻ എന്ന് വെച്ചാൽ ആരാന്ന്. സിസ്റ്റർ അറിയുവാണെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഹോംവർക്ക് തന്ന് വിടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി 3 ദിവസത്തേക്ക് ചേച്ചി ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തു വെച്ചു. അപ്പോൾ അച്ഛനോട്ട്, അയ്യോ സിസ്റ്റർ ഇന്ന് ക്ലാസ് ഇത്രയും സമയം എടുക്കുന്നതല്ലേ, സിസ്റ്റർക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കുപ്പിക്കകത്തിരുന്ന് വെള്ളം ഒഴിച്ച് ഈ വെള്ളം കുടിച്ച വഴി എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. എങ്കിലും ഞാൻ അച്ഛൻ നല്ല വെള്ളം തരുവുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ ആ വെള്ളം മുഴുവൻ കുടിച്ചു. ഇപ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു അസ്വസ്ഥത തോന്നുക. പെട്ടെന്ന് അച്ഛനത് ശ്രദ്ധിച്ച് അച്ഛൻ ഓടി വയ്യോ സോറി സിസ്റ്റർ, അത് ബാറ്ററി വെള്ളം അവിടെ ഇരുന്ന് ആ വെള്ളത്തിൻ്റെ അതായത് ബാറ്ററി വെള്ളമായിരുന്നു, സോറി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ അറിഞ്ഞ് ആ വെള്ളം കുടിച്ചാലും അറിയാതെ വെള്ളം അത് ആസിഡാണെന്ന് മനസ്സിലാക്കാതെ അറിയാതെ എൻ്റെ ആ വെള്ളം ഉള്ളിൽ ചെന്നാലും എന്താണ് സംഭവിക്കുക? പൊള്ളലുണ്ടാകും. ഹല്ലേലൂയ. അറിഞ്ഞ് ഈ തീ ഉള്ളിൽ ചെന്നാലും അറിയാതെ ഈ തീ വിഴുങ്ങിയാലും, അറിഞ്ഞുകൊണ്ട് ഈ തീ വിഴുങ്ങിയാലും അറിയാതെ ഈ തീ വിഴുങ്ങിയാലും എന്താണ് സംഭവിക്കുക? ആത്മാവിനാലും ജീവനാലും നമ്മൾ ഓരോരുത്തരും നിറയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്.
സിനിയോട് ഞാൻ പറഞ്ഞു, ഒന്നാം ദിവസം ഞാൻ പറഞ്ഞു, സാരമില്ല സിനി, 3 നേരം എന്തായാലും ഇങ്ങനെ തന്നെ ചികിത്സ, ഞാൻ മടുത്തൂട്ടോ, വചനം ചൊല്ലിയിട്ട് എനിക്ക് ഒന്നും തോന്നണില്ല, 3 ദിവസം അങ്ങ് ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഏത് ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ആദ്യത്തെ ദിവസം അധികം ഫലം കണ്ടില്ലേലും 2-ാം ദിവസം മുതൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും അല്ലേ. 2-ാം ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് ചാക്കോച്ചനോട് ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങിയേക്കുക, ഞാൻ ചാക്കോച്ചൻ്റെ ബ്ലോക്ക് ഒന്ന് മാറ്റിക്കോട്ടെ ഫോണീന്ന്. ഞാൻ പറഞ്ഞു, മോളെ, നിൻ്റെ ഭർത്താവിൻ്റെ ബ്ലോക്ക് മാറ്റുന്നതിന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ, നീ ബ്ലോക്കൊക്കെ മാറ്റ്. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ വിളിച്ചു, സിസ്റ്റർ, ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് തരാമോ? ഹലോ, ആർക്ക്? ഞാൻ ആർക്കൊക്കെയാണ്, നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് ആർക്കൊക്കെ അപ്പോയിൻമെൻറ്റ് വേണ്ടത്? അല്ല സിസ്റ്റർ, ഞങ്ങൾ ഒത്തിരി കാര്യം സംസാരിച്ചു, ഒത്തിരി കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും. സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് പണ്ടേ തീർക്കുമായിരുന്നെങ്കിൽ ഈ 3 വർഷം ഞാൻ ഒഴുക്കിയ കണ്ണുനീർ എൻ്റെ ആരോഗ്യവും കളഞ്ഞു, എൻ്റെ കുടുംബത്തിലും അസ്വസ്ഥതയായി, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ബ്ലോക്കും കൂടെ ഉണ്ടായി, എൻ്റെ വേദന ഓർത്തിട്ട്. സിസ്റ്റർ, ഇതൊക്കെ ഒന്ന് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ, ആ മാപ്പ് കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്തോ ഒരു ഫീലിംഗ് എനിക്കുണ്ടാവുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം 3-ാം ദിവസം 3:30 മണിക്ക് 2 പേരും ഒരു ബൈക്കിൽ കയറി എൻ്റെ മഠത്തിൽ വന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. 2 വചനപ്രകാരമാണ് പറയുന്നത്. 1 സാമുവേൽ 2-ാം അധ്യായം 30-ാം തിരുവചനം. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദരിക്കാറുണ്ട്. ഏത് പ്രതിസന്ധിയിലും ആദ്യം എടുക്കേണ്ടത് മൊബൈൽ ഫോൺ അല്ല എന്നും, ഏത് പ്രതിസന്ധിയിലും ദൈവവചനം നമ്മൾ കരങ്ങളിൽ എടുത്താൽ ദൈവം നമ്മളെ ചങ്കിലെടുക്കുമെന്നും നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. അടങ്ങുക, ശാന്തമാവുക. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് സിസ്റ്റർക്ക് പറയാനുള്ളത് ഇതാണ്. മാർക്കോസ് 4:39. ജീവിത പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ റെഡിയാണോ ഈ ആൻറ്റിബയോട്ടിക്കുമായിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകാൻ? ആർ യു റെഡി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? നിങ്ങൾ റെഡിയാണോ ഈ ആൻറ്റിബയോട്ടിക്കുമായിട്ട് വീട്ടിലേക്ക് പോകാൻ? കാരിത്താസിൽ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കാറുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയി ആൻറ്റിബയോട്ടിക്കൊക്കെ എന്ത് കൃത്യമായിട്ട് അലാം വെച്ച് കഴിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അതുപോലൊരു നിഷ്ഠ, ദൈവവചനം വിശ്വസിക്കാനും ഏറ്റെടുക്കാനും പ്രഖ്യാപിക്കാനും നമ്മുടെ മേൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ മാറിയേനെ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം പ്രസംഗിക്കുന്ന ഞാൻ ഒരു മാരക രോഗിയാണ്. ഞാൻ ആൻറ്റിബയോട്ടിക്കിനേക്കാൾ അധികമായി, കീമോതെറാപ്പിയേക്കാളും റേഡിയേഷനേക്കാളും അധികമായി ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ചത്, രാവും പകലും ഞാനിട്ട് അയവിറക്കിയത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി കൊണ്ടു നടന്നത്, ഞാൻ ആദരിച്ചത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനെയോ ഡോക്ടേഴ്സ് തരുന്ന മരുന്നുകളെയോ മെഡിക്കൽ സയൻസിനെയോ അല്ല, ഞാൻ ആദരിച്ചത് ദൈവവചനത്തെയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ ഇവിടെ നിന്ന് ഈ ഗുളികയും കഴിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇന്നിങ്ങനെ പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം ഒരിക്കലും ഫലം കാണാതെ പോയിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വചനം. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. നേറ്റ് പറഞ്ഞേ, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എന്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഹല്ലേലൂയ. എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം, നാവിലിരുന്നാ മതിയോ? എന്ത് ചെയ്യണം? ഉള്ളിലിരുന്നാ മതിയോ? വചനം എന്ത് ചെയ്യണം? ദൈവവചനം നമ്മളെ പ്രഖ്യാപിക്കണം. ദൈവവചനം നമ്മളെ വിളംബരം ചെയ്യണം. ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അസാധ്യതകൾ കണ്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങളുടെ വീടൊരു വചന ശബ്ദം കേൾക്കട്ടെ. നിങ്ങളുടെ വീടൊരു വചന ശബ്ദം കേൾക്കട്ടെ. നിങ്ങളുടെ തൊഴുത്ത്, നിങ്ങളുടെ അടുക്കള, നിങ്ങളുടെ മക്കളുടെ പഠനമുറികൾ, നിങ്ങളുടെ ബെഡ്റൂം ഒരു വചന ശബ്ദം കേൾക്കട്ടെ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. കർത്താവിൻ്റെ വചനം. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ നടക്കലിൽ നിന്നും ഒരു വചനം പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഉള്ളിലേക്ക് 2ാമത്തെ സ്റ്റെപ്പ് കയറാൻ. 1ാമത്തെ നടക്കലിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ പറയേണ്ട വചനം ഇതാണ്. ലൂക്ക 18:27. എന്താണത്? ലൂക്ക 18:27. ഉച്ചത്തിൽ പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.
എന്നോട് പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യം. ഈ വചനത്തിന്റെ പൊരുൾ എന്തെന്ന് ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കാം. ഒരുപക്ഷെ ഈ വചനത്തിന്റെ ആഴം എന്തെന്ന് നിങ്ങൾക്കറിയത്തില്ലേലും ആ കേൾക്കുന്ന ഭിത്തിക്കും ആ കേൾക്കുന്ന വീടിനും ആ പാറക്കല്ലിനും ആ മരങ്ങൾക്കും മനസ്സിലാകും നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന്റെ പവർ എന്താണെന്നുള്ളത്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ബുദ്ധി കെട്ടാനായിട്ട് തുടങ്ങും. ഞാൻ ഒന്നാമത്തെ നടക്കലേ നിന്ന് വചനം പറഞ്ഞ ചേട്ടൻ എന്നെ ഓർക്കും. പക്ഷേ അയൽവക്കക്കാരെങ്ങാനും കണ്ടാലോ എൻ്റെ അധരം ഞാൻ ചലിപ്പിച്ച് വചനം ചൊല്ലിയാൽ, അല്ല ഞാൻ ഒന്നാമത്തെ നടക്കലേ നിന്ന് വചനം പറഞ്ഞ് എൻ്റെ മൂത്ത മോളും മകനും വീട്ടിലുണ്ട്, അവരെങ്ങാനും കേട്ടാൽ എങ്ങനെയാ? എന്നാൽ മൊബൈൽ ഫോൺ വിളിച്ച് എത്ര ഉച്ചത്തിൽ ഒന്നാമത്തെ നടക്കല് മുതൽ വണ്ടി ഇറങ്ങുമ്പോൾ മുതൽ മൊബൈൽ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് പോകാൻ നമുക്ക് മടിയില്ല. എന്നാൽ സഹോദരിമാരെ, നിങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നിങ്ങളുടെ വീടിൻ്റെ നടക്കലിൽ നിന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോകണം. എന്ത് പ്രഖ്യാപിക്കണം? ലൂക്ക 18:27. എന്താണത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു വചനം അങ്ങ് പുറപ്പെട്ടാൽ 2 മിസൈലുകളാണ്. നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത്, ആ കാര്യത്തിൻ്റെ മേൽ ദൈവം തൻ്റെ കരുണ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, ഗോലിയാത്തിനെ വീഴിക്കാൻ ദാവീദിന് ശക്തി ഉണ്ടായിരുന്നോ? നിങ്ങൾ പറ. ദാവീദിനേക്കാൾ എത്രയോ വലിയ മല്ലനായിരുന്നല്ലേ ആ ഗോലിയാത്ത്. ഇട്ടിരുന്ന പരിചയോ, അദ്ദേഹം കൈപ്പിടിച്ച പരിചയോ വാളോ എടുത്ത് പൊക്കാൻ പോലും ദാവീദ് എന്ന് പറയുന്ന കൊച്ചു പയ്യന് സാധിച്ചിരുന്നില്ല. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദ് തൻ്റെ കയ്യിലിരുന്ന 5 കല്ലുകൾ തൊടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തെ ലക്ഷ്യമാക്കി ഗോലിയാത്തിലേക്ക് എറിയുന്നതിന് മുൻപ് ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഉയർന്നു. ദാവീദിൻ്റെ നാവിൽ നിന്നും ചില പ്രഖ്യാപനങ്ങൾ ഉയർന്നു. ആദ്യം നാവിൽ നിന്ന് കല്ല് പുറപ്പെട്ടണം. ഈ പോരാട്ട മണ്ണിൽ, ഈ രണാങ്കണത്തിൽ ജീവിക്കുന്ന നമുക്ക് ചില നാവിൽ നിന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. ഇരിക്കുന്ന ഓരോരുത്തരും നാവിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരായിട്ട് മാറണം. ദാവീദ് ഇപ്രകാരമാണ് പ്രഖ്യാപിച്ചത്. ഇതാ ദാവീദിനോട് ഗോലിയാത്ത് പറഞ്ഞു, എൻ്റെ നേരെ ഒരു വടിയുമായിട്ട് വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഒന്നാമത് എന്ത് കാര്യമാണ്? ദാവീദിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ഒന്നാമത്തെ കല്ല് എന്താണ്? ആ പോരാട്ട മണ്ണിൽ നിന്ന് ദാവീദ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവ് ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നുറക്കെ പറഞ്ഞേ, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ മക്കൾ പറഞ്ഞില്ലേ, അമ്മയുടെ ഒരു ഒടുക്കത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാവോ? ഈ വചനവും പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ ഒടുക്കത്തെ പ്രാർത്ഥനയിലിട്ട് എന്നെ കിട്ടി ഈ വീടിന്, എന്തുണ്ടോ ഈ വീട്ടിൽ എന്ന് പറഞ്ഞ് മക്കൾ പരിഹസിക്കാറില്ലേ? ജീവിത പങ്കാളി കാണാതെ പേപ്പറിൻ്റെ അകത്ത് ഒളിച്ചു വെച്ച് കുരിശിൻ്റെ വഴി ചെല്ലുന്ന ചേച്ചിമാരെ പോലും എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധരത്തിൽ നിന്നും ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ കല്ലുകളായി ആദ്യം പുറത്തേക്ക് വരണം. നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ കല്ലുകൾ ആദ്യം ആ പോരാട്ട മണ്ണിൽ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിറഞ്ഞാൽ അടുത്ത കല്ല് നേരെ ലക്ഷ്യത്തിലേക്ക് ചെന്ന് പതിക്കും. ഒന്നാമത് തൊടുത്തുവിട്ട കല്ലെന്തായിരുന്നു? കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നേറ്റ് പറഞ്ഞേ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാത്ത സന്തതികളെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും. നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെങ്ങും അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നത്. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. വായിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു.
എന്തൊക്കെ ദാവീദിന്റെ നാവീന്ന് എന്തൊക്കെ പുറത്തേക്ക് വന്നോ അതെല്ലാം കർത്താവ് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദാവീദ് ആ പോർക്കളത്തിൽ നിന്ന് എന്തൊരു ഭയങ്കരനാ. ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ആളെ കണ്ട നേരെ ഇങ്ങനെ നോക്കാൻ പോലും ഇങ്ങനെ പറ്റത്തില്ലല്ലോ. അവൻ എന്തൊരു ഫിഗർ, അവനെ കീഴടക്കാൻ എനിക്കങ്ങ് സാധിക്കില്ല. അങ്ങനെയുള്ള അവിശ്വാസത്തിന്റെ വാക്കുകളാണോ ദാവീദ് പറഞ്ഞത്? ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവ് നിന്നെ, മനുഷ്യരാരുമല്ല, കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും, ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും മൃഗങ്ങൾക്കും ഇരയായി ഞാൻ കൊടുക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകരെല്ലാം അറിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അധരത്തിൽ നിന്ന് ചില വാക്കുകൾ പുറത്തേക്ക് വന്നാൽ അതനുസരിച്ച് കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കും. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷമായി തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും അവളുടെ രോഗത്തിന് സൗഖ്യമുണ്ടായില്ല. ആ സ്ത്രീ ആദ്യം എന്ത് ചെയ്തു? അവിടെ ഉള്ളിൽ നിന്ന് അവളൊരു പ്രഖ്യാപനം നടത്തി. എന്താണ് അവൾ ചെയ്ത പ്രഖ്യാപനം? അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഞാനൊന്ന് തൊട്ടാൽ, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഏന്തി നിന്ന് ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ പറഞ്ഞ ആ വാക്കനുസരിച്ച്, അവളുടെ ഹൃദയം പറഞ്ഞ, ഉള്ളു മന്ത്രിച്ച ആ വാക്കനുസരിച്ച് അവളുടെ കാലുകൾ ചലിക്കാൻ തുടങ്ങി. വളരെയധികം ക്രിയാപദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പദാവലി എന്താണ്? അവൾ ഏങ്ങി നിന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു, അവള് സൗഖ്യം പ്രാപിച്ചു. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പ്രവഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അധരങ്ങൾ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറയണം. വിശ്വാസത്തിൻ്റെ പരിച നമ്മൾ എടുത്തേ മതിയാകൂ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, വിശ്വാസത്തിൻ്റെ പരിച. 2 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം പഠിപ്പിക്കുന്നു, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നയിക്കപ്പെടുന്നത് കൺമുൻപിലുള്ളത് മുഴുവൻ ശൂന്യതയാണല്ലേ. നമ്മുടെ എല്ലാവരുടെ മുമ്പോട്ട് നോക്കിയ കൺമുൻപിലുള്ളത് മുഴുവൻ ശൂന്യതയാണ്. എന്തുമാത്രം പാഴും ശൂന്യമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വചനം പുറപ്പെട്ടപ്പോഴാണ് സൃഷ്ടിപ്പുകൾ നടന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് മുഴുവൻ പാഴും ശൂന്യം, ഇത്രയും പഠിപ്പിച്ചിട്ടും ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിന് പകരം ദൈവവചന പ്രഖ്യാപനങ്ങൾ വിളംബരം ചെയ്യുക. ദൈവവചന പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് അതിനേക്കാൾ ഉപരിയായി ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം പറയുന്നു, ജെറമ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ഈ ജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ജെറമ്യ എന്താ പറഞ്ഞത്? അല്ലയോ ഗുരു, ദൈവമേ, ഞാൻ കേവലം ബാലനാ, എനിക്ക് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. ദയവ് ചെയ്ത് ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ജെറമ്യ പറഞ്ഞു, ഞാൻ കേവലം ബാലനാണ്, വിക്കൻ, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല. യഥാർത്ഥത്തിൽ ജെറമ്യ പറഞ്ഞത് ശരിയാണ്, അവനൊന്ന് ബാലനായിരുന്നല്ലേ. എന്നാൽ ദൈവം എന്താ അവനോട്? 1-ാം അധ്യായം 6-ാം വചനം, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1:6. എന്താ വചനം പറയുന്നത്? 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, വെറും ബാലനാണെന്ന് നീ പറയരുത്. വെറും ബാലനാണെന്ന് നീ പറയരുത്. വെറും ബാലനാണെന്ന് നീ പറയരുത്. വെറും ബാലനായിരുന്ന ജെറമ്യായോട് ദൈവം പറയുകയാണ്, നീ ബാലനാന്ന് പറയല്ലേ, ആ വിവാഹം നടക്കില്ല എന്ന് പറയില്ല, മക്കളുണ്ടാകില്ല എന്ന് പറയില്ല. നീ എന്ത് ചെയ്യണം? ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം എവിടെയുണ്ട്? ഇതൊരു പുസ്തകമല്ല, ഇതൊരു ആയുധമാണ്. ഹല്ലേലൂയ. കയ്യിലെടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വജ്രായുധമാണ് പ്രിയപ്പെട്ടവരെ. ഇത് പുസ്തകത്തിലെ വാക്കുകൾ, ഇത് ഒരു ആയുധമായി നമ്മൾ നാവില്, ഈ പുസ്തകത്തിലെ വാക്കുകൾ നമ്മൾ നാവിലെടുക്കുമ്പോൾ അതൊരു ആയുധമായി പരിണമിക്കും പോലും. ഹല്ലേലൂയ.